ഇന്ന് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി അമ്മ കുറച്ച് ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെമ്മീൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പില, ഉലുവപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കായപ്പൊടി ഇവയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീനൊന്ന് വറുത്തെടുക്കാനാണ്. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നതിന് ശേഷം നമുക്ക് ആ ചെമ്മീൻ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇത് ഏകദേശം ഇങ്ങനെ ഈ ഒരു കളർ ആകുമ്പോഴത്തേനും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം പാനിലേക്ക് കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നതാണ്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി അങ്ങനെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതും മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി കൂടി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം വാട്ടി ഒന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് എല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും വെളുത്തുള്ളി, ഇഞ്ചി എല്ലാ മിക്സും കൂടി അതിനകത്തേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ പാത്രം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളെ ചെമ്മീൻ അച്ചാർ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചെമ്മീൻ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.